നമസ്കാരം. മാറാട് യുവതി ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോരീശ്വരം സ്വദേശി ഷിംനയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് 31-കാരിയെ കണ്ടെത്തിയത്. ഭർത്താവ് പ്രശാന്ത് മദ്യപാനിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മരണകാരണമെന്നാണ് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ പ്രതികരിച്ച് യുവതിയുടെ അമ്മാവൻ രാജു രംഗത്ത് വന്നിരുന്നു. ഷിംനയെ ഭർത്താവ് മദ്യപിച്ച് നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നാണ് രാജു പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തർക്കങ്ങളുണ്ടായി. പലതവണ ബന്ധം ഉപേക്ഷിക്കാൻ ഷിംനയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻപ് മർദ്ദനമുണ്ടായപ്പോൾ പോലീസിൽ പരാതി നൽകുവാൻ പറഞ്ഞുവെങ്കിലും ഷിംന സമ്മതിച്ചില്ലെന്നും രാജു പറഞ്ഞു. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ മുൻപും ഷിംന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് കുറച്ചു ദിവസം വീട്ടിൽ വന്നിരുന്നു. പിന്നീട് ഷിംന തന്നെ ഭർത്താവുമായി സംസാരിച്ച് ഭർത്തൃ വീട്ടിലേക്ക് തിരികെ പോയി എന്നും രാജു കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച രാത്രിയാണ് ഷിംന ജീവനൊടുക്കിയതെന്നാണ് വിവരം. രാത്രി 8:30ഓടെയാണ് നാട്ടുകാർ യുവതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുടുംബ വഴക്കിനെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാതെ മുൻപും ഷിംന ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. സമാനമായ പല റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. കണ്ണൂർ വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി മരിച്ച കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. റീമയുടെ ഭർത്താവ് കമൽരാജ്, ഭർത്തൃമാതാവ് പ്രേമ എന്നിവരെ പ്രതി ചേർത്തു. ഇരുവരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്തൃ വീട്ടിലെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആരോപണം. ഞായറാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് പഴയങ്ങാടി വയലപ്രയിൽ അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്തത്. അന്ന് വൈകുന്നേരം തന്നെ റീമയുടെ മൃതദേഹം കണ്ടെടുത്തു. 2 ദിവസത്തിനു ശേഷമാണ് മകന്റെ മൃതദേഹം കണ്ടെത്തിയത്. 2016 മുതൽ റീമയും ഭർത്തൃ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് റീമയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത്. രാവിലെ അമ്മയും കുഞ്ഞിനെയും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂട്ടർ പാലത്തിന് മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പുഴയിൽ പരിശോധന നടത്തുകയായിരുന്നു. യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിലാണ് ഭർത്താവിനെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ, അവഹേളനങ്ങൾ എന്നിവയാണ് കത്തിൽ വിശദീകരിച്ചത്. ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല. തന്നെയും കുട്ടിയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കുവാൻ പറ്റിയില്ല. എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ്. സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അമ്മ ജയിക്കണമെന്ന വാശി കൊണ്ടാണ് ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. അവർ എന്നോട് പോയി ചാകുവാൻ പറഞ്ഞു. ഭർത്തൃമാതാവ് എപ്പോഴും വഴക്ക് പറയും. എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കുമെന്നും കുറിപ്പിൽ പറയുന്നു. PSC പരീക്ഷയുടെ ഹോൾ ടിക്കറ്റിലാണ് ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരുന്നത്. റിമയുടെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന റിമയുടെ വാട്സാപ്പ് സന്ദേശവും കണ്ടെത്തിയിരുന്നു. ഭർത്താവുമായി അകന്ന റീമ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അടുത്തില വയലപ്ര സ്വദേശി MB റീമ, മകൻ കൃഷിവ് രാജ് എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അമ്മ മകനെയും കൊണ്ട് പഴയങ്ങാടി ചെമ്പിലിക്കുണ്ട് പുഴയിലേക്ക് ചാടിയത്. ഞായറാഴ്ച രാവിലെ 8:30ഓടെ റീമയുടെ മൃതദേഹം കണ്ടെത്തി. റെയിൽവേ പാലത്തിന് താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്.